ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം എന്ന് പറയുമ്പോൾ നമ്മളിതൊരു പഞ്ഞപ്പമാണെന്ന് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ വീട്ടിലൊക്കെയുള്ള സാധാരണ ചേരുവകൾ, അതായത് ഗോതമ്പ് പൊടി, പഴം ഒക്കെ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്പമാണ് നമ്മളൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. കുഞ്ഞുങ്ങളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കുന്ന ഈ ഒരു അപ്പം എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇതാ 2 പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പഴം റോബസ്റ്റ പഴം പോലത്തെ ഉള്ള പഴമാണ്. നിങ്ങൾക്കിത് നേന്ത്രപ്പഴം വെച്ചിട്ടോ ചെറുപഴം വെച്ചിട്ടോ ഏത് പഴം വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചെറുപഴമാണ് ഈ ഒരു റെസിപ്പിക്കൊക്കെ ഇച്ചിരി കൂടെ രുചി കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഈ ഒരു വലുപ്പത്തിലുള്ള പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ പഴം ചെറുതായിട്ടൊന്ന് മുറിച്ചിടണം. അപ്പോൾ ഞാനൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പഴമൊക്കെ മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു റൗണ്ടിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അല്ലെങ്കിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഇതുപോലെ നമുക്കൊരു മാഷർ വെച്ചിട്ട്, ഇതൊരു പൊട്ടറ്റോ മാഷറാണ്, ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുത്തി എടുത്ത് ഇതൊന്ന് ഉടച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സി ജാറിലിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ ഇന്ന് മിക്സി ജാറിനകത്താണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമുക്ക് എല്ലാവരുടെ വീട്ടിലും ചിലപ്പോൾ ഈ ഒരു മാഷർ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ടാണെങ്കിലും സമയമെടുത്തൊന്ന് ഉടച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിപ്പം മിക്സി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പരുവത്തിന് കിട്ടും. അപ്പോൾ അതാ ഞാൻ മിക്സിയിൽ ഏകദേശം 1 മിനിറ്റോളം ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു കണക്കിനാണ് മിക്സിയിൽ പഴമൊക്കെ അടിച്ചെടുത്ത് വന്നപ്പോൾ ഇച്ചിരി ഒരു പേസ്റ്റ് കണക്കിനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് തന്നെ ചില കഷ്ണങ്ങൾ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ അടുത്തത് 2 മുട്ട ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 2 പഴത്തിന് 2 മുട്ട എന്നുള്ള കണക്കിനാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ ഫ്ലേവർ ഒത്തിരി അങ്ങ് ഇഷ്ടമല്ല, ഒത്തിരി കുത്തലുണ്ടാവുമോ എന്നൊക്കെ തോന്നുവാണെങ്കിൽ 1 മുട്ടയായിട്ട് കുറയ്ക്കാം. അതിന് പകരം നിങ്ങൾക്ക് പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇന്നിവിടെ പാൽ ഉപയോഗിക്കുന്നില്ല. അതുപോലെ ബട്ടർ, ഓയിൽ ഇതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അതൊന്നും ഇല്ലാതെയാണ് നമ്മളിന്ന് റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 2 മുട്ടയും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഒരു വിസ്കർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിങ്ങനെ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ചില കഷ്ണങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല കേട്ടോ, അതങ്ങനെ എടുക്കുന്നതും നല്ലതാണ്. ഇച്ചിരി കടിക്കാനൊക്കെ കിട്ടും നമുക്ക് പഴങ്ങൾ. അപ്പോൾ ഇനി ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്യണം. ഇനിയിപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം എന്ത് ചേർക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ശർക്കരയാണ് ചേർക്കുന്നത് നല്ലത്. അതായത് ശർക്കര പാനിയേക്കാളും നല്ലത് ശർക്കര അങ്ങനെ തന്നെ ഒന്ന് ചീകിടുന്നതാണ്. ഇനി അതല്ല, അങ്ങനെ ചെയ്യാനൊരു മടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ശർക്കര പാനി തന്നെ ചേർക്കാം. പക്ഷേ അതൊന്ന് നല്ല തിക്കായിട്ടുള്ള ശർക്കര പാനി ആക്കി എടുക്കാൻ നോക്കുക. ഒത്തിരി വെള്ളം പോലെ ഇരിക്കുന്ന ശർക്കര പാനി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാറ്ററിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കണം. അപ്പോൾ ഈ പൊടികളൊക്കെ ആദ്യം ഞാൻ അരിപ്പയിലാണ് ഇട്ട് കൊടുക്കുന്നത്, അത് നന്നായിട്ട് അരിച്ച് വരാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1.5 കപ്പോളമുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു 1/2 ടീസ്പൂണോളമുള്ള ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം 1/4 ടീസ്പൂണോളമുള്ള ബേക്കിംഗ് സോഡയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് 1 നുള്ളോളമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ അരിപ്പയിൽ ഒന്ന് അരിച്ചെടുക്കണം. അങ്ങനെ അരിച്ചെടുക്കാൻ കാരണം നമ്മൾ ഈ ഗോതമ്പ് പൊടിയിലൊക്കെ ചിലപ്പം ചെറിയ കട്ടകളൊക്കെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ഈ ഒരു ബാറ്ററിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ അരിച്ചൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തോട്ട് വെനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെനില എസൻസ് ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി വെനില എസൻസിൻ്റെ ഇല്ല, അല്ലെങ്കിൽ ആ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് 2 ഏലക്കയുടെ കുരു എടുത്തൊന്ന് ചതച്ചോ പൊടിച്ചിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ എന്തെങ്കിലും ഒരു എസൻസ് ചേർക്കുന്നത് നല്ലതാണ്. കാരണം ഇതിനകത്ത് മുട്ടയുടെ ആ ഒരു ഫ്ലേവർ ഒത്തിരി അങ്ങ് കിട്ടാതിരിക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഒരു എസൻസ് ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്.
അപ്പം നമുക്ക് കറക്റ്റ് രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. വെള്ളം കൂടുതലും ഇല്ല കുറവുമില്ല, ആ ഒരു പെർഫെക്ഷനിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക. ഇതൊരു കേക്ക് ബാറ്റർ പോലെ തന്നെയാണ്, അതേപോലെ തന്നെയാണ് ഇരിക്കുന്നതും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മൈദ വെച്ചിട്ടും അതുപോലെ റവ വെച്ചിട്ടൊക്കെ ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാനത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു കപ്പ് കേക്കിൻ്റെ ഒക്കെ പോലെ വരാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ആ ഒരു ഷേപ്പിലൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞ് കട്ടോരി എന്ന് പറഞ്ഞ പാത്രം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം വേറെ ഏത് പാത്രത്തിലാണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം. ഇനി അതല്ല ഒരു കിണ്ണത്തപ്പം പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇനി ഞാൻ ഏത് പാത്രത്തിലാണ് നിങ്ങൾ എടുക്കുന്നത് ആ പാത്രത്തിൽ അല്പം നെയ്യോ അല്ലെങ്കിൽ അല്പം എണ്ണയോ നമുക്കൊന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് തടവി കൊടുക്കാം. എന്നാലാണ് നമുക്ക് ഈസി ആയിട്ടൊന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ പാത്രത്തിലും ഇതുപോലെ എണ്ണ തടവിയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഈ ഒരു ബാറ്റർ നമ്മൾ ദോശയൊക്കെ കോരി ഒഴിക്കുന്ന ആ ഒരു കയ്യിലുണ്ടല്ലോ, അത് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു കുഴിയുള്ള ഒരു കയ്യിലാണ്, അത് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു പാത്രത്തിൽ ഞാൻ നേരിട്ട് തന്നെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, അതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. എന്തെങ്കിലും ഇതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും നേരിട്ടിട്ടാണെങ്കിലും ഒഴിക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരിട്ട് ഒഴിച്ചത്. അതുപോലെ ബാക്കിയുള്ള 3 കുഞ്ഞു പാത്രങ്ങളിൽ ഞാൻ കേക്കിൻ്റെ ഇതുപോലത്തെ ഒരു ലൈനർ ഇട്ടിട്ടാണ് ഞാൻ ഇടുന്നത്. അത് തികച്ചും ഓപ്ഷണലാണ്, അങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ ആ ഒരു കേക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ലൈനർ വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തോട്ടും ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അല്പം ബാറ്റർ ബാക്കി വന്നു. അപ്പം ഞാൻ അത് ഒത്തിരി ഒരു വലിയ പാത്രത്തിൽ ഒഴിക്കാനുള്ളതില്ല. അപ്പം ഞാൻ ഓർത്തു ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലും കൂടെ ചെയ്ത് കാണിക്കാം. ഇതൊരു സാധാരണ ചായ കുടിക്കുന്ന ഒരു ചില്ല് ഗ്ലാസ്സാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇന്ന് ഗ്ലാസ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്ത് നേരത്തെ കാണിച്ച പോലെ തന്നെ അല്പം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ബാറ്റർ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചും കൊടുത്ത് ഒന്ന് തട്ടി ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തും കൂടെ കൊടുക്കണം. അങ്ങനെ നമ്മുടെ പാത്രങ്ങളിൽ ബാറ്ററൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ആവി കയറ്റിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഞാൻ ഒരു 5 മിനിറ്റോളം ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആവി വരാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അല്ലാതെ അതിന് മുന്നേ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. നമ്മളത് എന്ത് കാര്യം വെച്ചെന്നാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആവി വരാൻ തുടങ്ങിയതിന് ശേഷം മാത്രം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് അത്രയും മതിയാവും. ഇത് നന്നായിട്ട് തന്നെ വീർത്തും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും ഫ്ലഫി ആയിട്ടൊക്കെ വരും. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് കഴിയുമ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് തന്നെ വീർത്തൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നു. നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ ഒരു 1/4 ഭാഗത്തോളം മാത്രം ഒഴിക്കാൻ നോക്കുക. ഫുള്ളായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എന്താ പറയുക, ഇപ്പം നമ്മളിത് 1/4 ഭാഗം ഒഴിച്ചതുകൊണ്ടാണ് ഇതിപ്പോൾ ഒത്തിരി ഓവർഫ്ലോ ആയിട്ട് പോവാതിരുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിക്കരുത്, അന്നേരം ഈ പാത്രത്തിൽ നിന്ന് അത് തുളുമ്പിപ്പോവും. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിലൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം. അതിൻ്റെ ഒരു ലൈനറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ചെറിയ ചൂടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ലൈനർ വെച്ചിട്ടുള്ളത് ആദ്യം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് എടുക്കാം. നമ്മുടെ അപ്പം ഇവിടെ റെഡിയാണ്. നല്ല പഴം നല്ലൊരു ഇത് ആവിയിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ നല്ലൊരു പഴത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മൾ ഗോതമ്പ് പൊടി ചേർത്തത് കൊണ്ടാണ് ഇതിന് ഈ ഒരു കളറിൽ വന്നിരിക്കുന്നത്. നമ്മൾ മൈദപ്പൊടിയൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല എന്താ പറയുക, നല്ല വെള്ള കളറിലൊക്കെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഞാൻ എടുത്തിട്ട് വരാം. അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിൽ നേരിട്ട് ഒഴിച്ചതും ഞാൻ അതും കൂടെ ഒന്ന് തുറക്കാം. ഇനി ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ നേരിട്ടിട്ട് തന്നെ ലൈനറൊന്നും ഇല്ലാതെ ഒഴിച്ചിരുന്നത്. സത്യത്തിൽ ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചതാണ് എനിക്ക് വളരെ ഈസി ആയിട്ട് പോകുന്നത്. ലൈനറിൽ ഒഴിച്ചത് ആ ഒരു ചുറ്റുമൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരിട്ട് ഒഴിക്കുന്നതായിരുന്നു തമ്മിൽ ഭേദം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു നമ്മളിതൊരു സ്പൂൺ വെച്ചിട്ട് ഞാനിപ്പോൾ കൈകൊണ്ട് ഒന്ന് വിടിവിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ പോന്നായിരുന്നു. എങ്കിലും ഞാൻ ആ സ്പൂൺ വെച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നല്ലൊരു അടിപൊളി അപ്പം ഇവിടെ റെഡിയാണ്. നല്ല പഴത്തിൻ്റെ നല്ലൊരു സ്മെല്ലും അതുപോലെ വാനില എസൻസിൻ്റെ ഒക്കെ ഒരു സ്മെല്ലും കൂടെ നല്ല ഒരു മണം വരുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയാതെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്.
അപ്പോൾ ഇപ്പോൾ ഇത് കാണാൻ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്ന അപ്പം. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് പഞ്ഞിയപ്പം എന്ന് തന്നെ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഞാൻ കൈ വെച്ചിട്ടൊന്ന് എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ എനിക്ക് വിടിവിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ചെറു ചൂടുണ്ട് എങ്കിൽ പോലും അത് ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഈ ഒരു പഞ്ഞിയപ്പം. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയം കൂടിയാണ്. നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇല്ലയെന്ന് ഓർത്തിട്ട് ആരും ഉണ്ടാക്കാതിരിക്കരുത്. അതില്ലാതെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇത്രയും അങ്ങ് വീർത്ത് വരത്തില്ല എന്ന് മാത്രം. അപ്പോൾ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഇടാതെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി കഴിഞ്ഞിട്ട് മൂടി വെച്ചിട്ട് ഇരിക്കുക. അപ്പോൾ അത് ഇച്ചിരി കുറച്ചൊക്കെ ഒരു വീർത്ത് വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂറൊക്കെ മാറ്റി വെച്ചതിന് ശേഷമാണ് പിന്നീട് ഒന്ന് ആവിയിൽ വേവിച്ചെടുത്തത്. അപ്പോഴും നമുക്ക് ഈ ഒരു പെർഫെക്ഷൻ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.